ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെക്കുറിച്ച് വിശ്വസിക്കുന്നതെല്ലാം, നമ്മുടെ ഈ ജീവിതത്തെക്കുറിച്ച് കരുതുന്നതെല്ലാം ഒരുപക്ഷെ തെറ്റാണെങ്കിലോ? ദ റിട്ടേൺഡ് അവേക്കനിങ് എന്നൊരു സോഴ്സ് മെറ്റീരിയൽ കുറിച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ ശരിക്കും ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കേ. നിങ്ങളുടെ പേരാണോ നിങ്ങൾ? അതോ ഈ കാണുന്ന ശരീരമാണോ? ഓർമ്മകളാണോ? ഇതൊക്കെ ചേർന്നതാണ് ഞാൻ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ സോഴ്സ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ നമ്മൾ ജനിച്ചപ്പം മുതൽ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ച കുറേ ഐഡിയകൾ മാത്രമാണെങ്കിലോ? അതായത് നമ്മളൊക്കെ ജനിക്കുന്നത് ഒരു ഒഴിഞ്ഞ ക്യാൻവാസ് പോലെയാണെന്നാണ് ഈ സോഴ്സ് പറയുന്നത്. പിന്നെന്താ സംഭവിക്കുന്നത്? നമ്മുടെ കുടുംബം, സമൂഹം, വിദ്യാഭ്യാസം ഇവരെല്ലാം കൂടി വന്ന് ആ ക്യാൻവാസിൽ ഓരോ വരകൾ വരയ്ക്കാൻ തുടങ്ങും. നീ ഇങ്ങനെയാണ്, നിനക്കിത് പറ്റില്ല, നിന്റെ കഴിവിതാണ് എന്നൊക്കെ പറഞ്ഞ് അതിരുകൾ തീർക്കും. ഒരുപക്ഷെ നമ്മൾ സത്യമെന്ന് വിശ്വസിക്കുന്ന ഈ ലോകം പോലും അവർ വരച്ചുവെച്ച ഒരു ചിത്രം മാത്രമായിരിക്കാം. പക്ഷേ ഈ വരച്ചുവെച്ച ചിത്രത്തിനപ്പുറം ഒരു യഥാർത്ഥ നമ്മളുണ്ടെങ്കിലോ? ഈ ജീവിതം കഴിയുമ്പോഴും യാത്ര തുടരുന്ന ഒന്ന് ഉണ്ടാവുമോ? ഉണ്ടെന്നാണ് ഈ സോഴ്സ് പറയുന്നത്. അതിന്റെ ചില സൂചനകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ ഒളിഞ്ഞുകിടപ്പുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ സൂചനകളെന്ന്. അപ്പോ പുനർജന്മം എന്നൊക്കെ പറയുമ്പോ എന്താണ് തെളിവ്, അല്ലേ? ഈ സോഴ്സ് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, നമ്മുടെ ശരീരത്തിലൊക്കെയുള്ള ചില പ്രത്യേകതരം മറുകുകൾ. 2, നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഡെജാവു. മൂന്നാമത്തേത്, കൊച്ചുകുട്ടികൾ പറയുന്ന ചില വിചിത്രമായ ഓർമ്മകൾ. നമുക്കോരോന്നായിട്ട് നോക്കാം. ഈ വാദങ്ങൾക്ക് ഒരു ശാസ്ത്രീയ അടിത്തറ നൽകാനായി ഈ സോഴ്സ് ആശ്രയിക്കുന്നത് ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ എന്ന ഗവേഷകനെയാണ്. അദ്ദേഹം തന്റെ ജീവിതത്തിലെ 40 വർഷം മുഴുവൻ ചിലവഴിച്ചത് കുട്ടികളിലെ ഈ പൂർവ്വജന്മ ഓർമ്മകളും അവരുടെ ശരീരത്തിലെ അടയാളങ്ങളും തമ്മിലുള്ള ബന്ധം പഠിക്കാനാണ്. അദ്ദേഹത്തിന്റെ പഠനത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്നൊരു കണ്ടെത്തൽ ഇതായിരുന്നു. പൂർവ്വജന്മത്തിൽ മാരകമായ മുറിവേറ്റ് മരിച്ചതായി ഓർമ്മിക്കുന്ന കുട്ടികളെ അദ്ദേഹം നിരീക്ഷിച്ചു. അവരിൽ ഏകദേശം 80% പേർക്കും ആ പഴയ മുറിവുകളുണ്ടായിരുന്ന അതേ സ്ഥാനത്ത് തന്നെ ശരീരത്തിൽ മറുകുകളുണ്ടായിരുന്നു. ഈ സോഴ്സ് പറയുന്ന ചില കേസുകൾ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ കുട്ടിയുടെ കാര്യമെടുക്കാം. മുൻ ജന്മത്തിൽ ഷോട്ട്ഗൺ വെടിയേറ്റ് മരിച്ചതാണെന്ന് ആ കുട്ടി ഓർത്തെടുത്തു. അതിശയം അതല്ല, അവന്റെ നെഞ്ചിലെ മറുകുകൾ അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മുറിവുകളുമായിട്ട് കൃത്യമായി മാച്ചായിരുന്നു. അതുപോലെ കഴുത്തറുത്ത് കൊല്ലപ്പെട്ടതായി ഓർമ്മിച്ച വേറൊരാൾക്ക് കഴുത്തിലൊരു പാടുണ്ടായിരുന്നു. തുർക്കിയിലൊരു കുട്ടിയുടെ കാര്യം അതിലും വിചിത്രമാണ്. തലയ്ക്ക് വെടിയേറ്റ ഓർമ്മയുണ്ടായിരുന്ന അവന് ജന്മനാ ചെവിക്ക് വൈകല്യവും ഉണ്ടായിരുന്നു. ശരി, ഇനി അടുത്ത സൂചന, ഡെജാവു. നമ്മളൊരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ സാഹചര്യത്തിൽ എത്തുമ്പോൾ, ഹേയ്, ഇത് ഞാൻ മുൻപെവിടെയോ അനുഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആ ഒരു വിചിത്രമായ ഫീലിംഗ് ഇല്ലേ, അതാണ് ഡെജാവു. ഇത് വെറുമൊരു തോന്നലല്ലെന്നാണ് ഈ സോഴ്സ് പറയുന്നത്. 2016 ഒരു പഠനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡേജാവു ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറ് ഒരു ഓർമ്മ ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അതായത് ഒരു നിമിഷത്തേക്ക് തലച്ചോറിന് ഒരു കൺഫ്യൂഷൻ വരുന്നു. കാരണം ആ ഓർമ്മ ഒരുപക്ഷെ ഈ ജീവിതത്തിലേതല്ല, മറ്റേതെങ്കിലും ജീവിതത്തിലേതായിരിക്കാം. കുട്ടികളുടെ ഓർമ്മകളുടെ കാര്യത്തിൽ ഈ സോഴ്സ് വളരെ വിശദമായിട്ട് ഒരു കഥ പറയുന്നുണ്ട്. ജെയിംസ് ലേനിങ്ങർ എന്നൊരു കുട്ടിയുടെ കഥ. ഈ കഥയിലൂടെ പുറത്തുവന്ന വിവരങ്ങള് ശരിക്കും നമ്മളെ ഞെട്ടിക്കും. വെറും 2-ാം വയസ്സിൽ ജെയിംസ് ഒരു വിമാനം തകർന്നു വീഴുന്നതിനെക്കുറിച്ച് പേടി സ്വപ്നങ്ങൾ കണ്ട് നിലവിളിക്കാൻ തുടങ്ങി. അവന്റെ മാതാപിതാക്കൾക്ക് ഒന്നും മനസ്സിലായില്ല. അവൻ ഉറക്കത്തിൽ നടോമ എന്നൊരു പേര് പറഞ്ഞു, ഇയോ ജിമി എന്നു പറഞ്ഞു. കൂടെ ജാക്ക് ലാർസൻ എന്നൊരു സുഹൃത്തുണ്ടായിരുന്നെന്നും പറഞ്ഞു. വെറുമൊരു കുട്ടിയുടെ ഭാവനയായിട്ട് എല്ലാവരും ഇതിനെ തള്ളിക്കളഞ്ഞു. പക്ഷെ ജെയിംസിന്റെ അച്ഛൻ ഇത് വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം അന്വേഷിക്കാൻ തുടങ്ങി. വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ അദ്ദേഹം ആ സത്യം കണ്ടെത്തി. 2-ാം ലോക മഹായുദ്ധത്തിൽ USS നാഡോമ ബേ എന്ന പേരിൽ ഒരു കപ്പൽ ശരിക്കും ഉണ്ടായിരുന്നു. ആ കപ്പലിൽ നിന്ന് ഇവോജിമയിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഒരേയൊരു പൈലറ്റ് മാത്രം. അയാളുടെ പേരെന്താണെന്നോ? ജെയിംസ് ഹ്യൂസ്റ്റൺ. പക്ഷേ ഏറ്റവും വലിയ ഷോക്ക് അതല്ല. ആ വിമാനത്തിന് തൊട്ടടുത്ത് പറന്ന പൈലറ്റിന്റെ പേര് ജാക്ക് ലാർസൺ എന്നായിരുന്നു. ഒരു കൊച്ചുകുട്ടിക്ക് ഇതെങ്ങനെ അറിയാൻ കഴിഞ്ഞു? അപ്പോ ഈ തെളിവുകളെല്ലാം എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഈ സോഴ്സിന്റെ ഫിലോസഫിക്കലായ ഒരു വിശദീകരണമുണ്ട്. അതിനനുസരിച്ച് നമുക്ക് 2 തലങ്ങളുണ്ട്. ഒന്ന് ഈഗോ, 2 ആത്മാവ്. അപ്പോ ഈ സോഴ്സിന്റെ കാഴ്ചപ്പാടില് നമ്മള് ശരിക്കും 2ആണ്. ഒന്ന് ഈഗോ, അതായത് ഈ ശരീരത്തിലുള്ള ഞാൻ. അതിന് ഈ ജീവിതത്തിലെ കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുണ്ടാവൂ. പിന്നെ മറ്റൊന്നുണ്ട്,
അതാണ് ആത്മാവ്. അത് കാലത്തിനതീതനാണ്. യഥാർത്ഥ നമ്മൾ അതൊരു യാത്രക്കാരനെ പോലെയാണ്. ഓരോ ജീവിതത്തിലും ഓരോ ശരീരത്തിൽ വന്നു പോകുന്നു. അതിന് ഭൂതവും ഭാവിയും ഒരുപോലെ അറിയാം. നമ്മൾ കാണുന്ന ഈ ലോകമുണ്ടല്ലോ, ഇത് വെറുമൊരു മിഥ്യയാണെന്നാണ് സോഴ്സ് പറയണത്. രണ്ട് കണ്ണാടികൾക്കിടയിൽ കാണുന്ന അനന്തമായ പ്രതിബിംബങ്ങൾ പോലെ. ശരിക്കും 99.99% ശൂന്യമായ വസ്തുക്കളെയാണ് നമ്മൾ കട്ടിയുള്ളതായി കാണുന്നത്. ഈ മിഥ്യാബോധമാണ് നമ്മുടെ ആത്മാവിനെ ഈ ശരീരത്തിൽ തളച്ചിടുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം ഒരു വലിയ ചിത്രത്തിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ മാത്രമാണ്. ഇപ്പോഴാണ് ഈ സോഴ്സ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദത്തിലേക്ക് കടക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഒരു സാധാരണ കാലഘട്ടത്തിലല്ല, മറിച്ച് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ, ഒരുപാട് പ്രവചിക്കപ്പെട്ട ഒരു നിമിഷത്തിലാണ്. ലോകത്തിലെ പ്രധാന മതങ്ങളിലെല്ലാം പറയുന്ന അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റും കാണാമെന്നാണ് സോഴ്സ് പറയുന്നത്. വർദ്ധിച്ചുവരുന്ന പ്രകൃതി ദുരന്തങ്ങൾ, വ്യാജ പ്രവാചകന്മാർ, സമൂഹത്തിലെ അധാർമികത, എന്തിന് ഇന്നത്തെ ടെക്നോളജിയിലൂടെ മാത്രം സാധ്യമാകുന്ന ചില പ്രവചനങ്ങൾ വരെ ഇന്ന് സത്യമായിക്കൊണ്ടിരിക്കുകയാണത്രേ. ഇത് സത്യമാണെന്ന് സ്ഥാപിക്കാൻ ഈ സോഴ്സ് അതിശയിപ്പിക്കുന്ന ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് ഇമാം അലി ആറ്റം ലോകത്തെ കത്തിക്കും എന്നു പ്രവചിച്ചതായി പറയപ്പെടുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആറ്റം ബോംബ് കണ്ടുപിടിക്കുന്നതുവരെ ഈ പ്രവചനത്തിന് എന്തർത്ഥമാണുള്ളതെന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവോ? അപ്പൊ എന്തിനാണ് ഈ പ്രവചനങ്ങളെല്ലാം ഇപ്പോൾ സത്യമായിക്കൊണ്ടിരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. സോഴ്സ് പറയുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള അവസാനത്തെ പോരാട്ടം അതിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. ഈ പോരാട്ടത്തിൽ തിന്മയുടെ പ്രതീകമായി സോഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറയുന്ന ദജ്ജാൽ എന്നൊരു സത്വത്തെയാണ്. അബ്രഹാമിക മതങ്ങളിലെ അന്ത്യക്രിസ്തുവിന് തുല്യനായ ഈ രൂപം ലോകത്ത് തിന്മ ഏറ്റവും ഉച്ചസ്ഥായിയിലെത്തുമ്പോൾ പ്രത്യക്ഷപ്പെടുമെന്നാണ് വിശ്വാസം. ഇവിടെയാണ് ഈ സോഴ്സ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നത്. അവർ പറയുന്നത് ദജ്ജാൽ എന്നത് ഒരു പ്രത്യേക വ്യക്തിയല്ല, മറിച്ച് നമ്മളെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റമാണ് എന്നാണ്. അതിന്റെ ചിഹ്നമോ? ആ ഒറ്റക്കണ്ണ് ഇന്ന് എല്ലായിടത്തും ഉണ്ടത്രേ. കമ്പനികളുടെ ലോഗോകളിലും സിനിമകളിലും, എന്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡോളർ നോട്ടിൽ വരെ. ഇതാണ് സോഴ്സ് മുന്നോട്ടുവെക്കുന്ന ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ. ഈ അവസാന യുദ്ധത്തിൽ പങ്കെടുക്കാനായി പ്രധാനപ്പെട്ട ആത്മാക്ക് ഇപ്പോൾ വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളിൽ ഏറ്റവും ഉത്തമരായവരും അവിശ്വാസികളിൽ ഏറ്റവും ദുഷ്ടരായവരും പഴയ കണക്കുകൾ തീർക്കാനായി ഈ ഭൂമിയിലേക്കിപ്പോൾ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ ഈ സോഴ്സ് ആ വലിയ ചോദ്യം നമ്മൾ ഓരോരുത്തരുടെ മുന്നിലേക്കും വെക്കുകയാണ്. കോടിക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈയൊരു പ്രത്യേക നിമിഷത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്? ഒരുപക്ഷെ നിങ്ങളും ഈ വലിയ കളിയുടെ ഒരു ഭാഗമായിരിക്കാം. ഏത് പക്ഷത്താണ് നിൽക്കേണ്ടതെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി.